ഹലോ ഹലോ. ഹലോ ചേച്ചി. ആ, അനീഷ് ഉറങ്ങാൻ കിടന്നോ? ഞാന് കിടന്ന് ഏതാണ്ട് ഉറക്കം വന്നിന്. ഇത് ഇന്നിനി ചേച്ചി വിളിക്കൂലെന്ന് വിചാരിച്ചു. ഞാൻ കുറെ നേരമായി നോക്കി നിൽക്കുന്നു. പിന്നെ ഉം. അങ്ങോട്ട് വിളിക്കാൻ അല്ല, പിന്നെ ഞാൻ ചെറിയൊരു വിചാരിച്ചു പേടി. അനീഷ് ഉറങ്ങാൻ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ആരും ഇല്ലാതെ നേരം വിളിക്കാന്ന് വിചാരിച്ചു. അതെ അല്ലേ. ഞാൻ കറക്റ്റ് 10 മണിക്ക് കിടന്നിന്. എനിക്ക് ഞാൻ കുറെ നോക്കി. പിന്നെ ചേച്ചി എന്തെങ്കിലും തിരക്കിലായിരിക്കും വെച്ചിട്ട് ഞാൻ പിന്നെ ഉം. അല്ല, അനീഷിന് ഇങ്ങോട്ട് വിളിച്ചൂടിനോ? അങ്ങോട്ട് വിളിക്കാൻ പിന്നെ എന്തെങ്കിലും തിരക്കിലായിരിക്കുമോ ഇനി എന്തെങ്കിലും വിചാരിക്കുമോ എന്ന് വെച്ചിട്ട് ഞാൻ വിളിക്കാൻ എന്ത് നോക്കിന് ഒരിക്കൽ. തിരക്ക്? എന്ത് തിരക്ക്? ഞാനായിട്ട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലേ, അനീഷിന് ഇങ്ങോട്ട് വിളിക്കാം കേട്ടാ. ആ ആ ആ, അതിനൊന്നും കുഴപ്പമില്ല. എന്നാ ഞാൻ അങ്ങനെ വിളിക്കും ഇനി സമയത്തിന്. നേരം ആ പെയ്യുന്നുണ്ട് ഞാൻ വിളിച്ചു നോക്കും. ആ ആ അതെനിക്കിഷ്ടാ. ആ അനീഷ് ഇങ്ങോട്ട് വിളിക്കുന്നത്. ആ ചേച്ചി ഭക്ഷണമെല്ലാം കഴിച്ചാ? ഓ, ഞാൻ നേരത്തെ കഴിച്ചു. ഉം. കിടന്നിട്ടാ ഉള്ളെ? കിടന്നില്ല, ഇങ്ങനെ ഇരുന്ന്. ഉം. പിന്നെ ഇത് ഒറ്റയ്ക്കല്ലേ. ഒറ്റക്കാവുമ്പോ അന്നേരം ഞാൻ ടി വി കണ്ടിരിക്കുകയ്യ. കുറച്ച് സമയം ടി വി കാണും. പിന്നെ മടുപ്പ് വരുമ്പോ ഞാൻ വിചാരിക്കും ഒന്ന് അനീഷിനെ വിളിച്ചാലേ വിചാരിക്കും. വിളിക്കാൻ ഇന്ന് എന്റെ ഇത് ഓടിക്കല് എങ്ങനെയുണ്ടായിരുന്നു? അനീഷ് ഇപ്പൊ അത് ഇൻഡിക്കേറ്റർ ഇടുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആ ആ ആ ആ. ശരിയായിട്ടില്ല ഇന്ന് ഇട്ടെ. ഇല്ല, കുറച്ചും കൂടി ശരിയാകുന്നുണ്ട്. ആ പിന്നെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ആ ആ എനക്കില്ലേ, ഗിയർ ഇട്ടിട്ട് ഫസ്റ്റ് ഇട്ടിട്ട് പിന്നെ സെക്കൻഡ് ഇടുമ്പോ നേരെ ഫോർത്തിലേക്കാ പോകുന്നത്. അതെന്തീറ്റാ? അത് ഞാൻ പറഞ്ഞിട്ടില്ലേ. പിന്നെ ഗിയർ ഇടുമ്പോ ഞാൻ സഹായിക്കാന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ അനീഷിന് പിന്നെ ഞാൻ കൈക്ക് പിടിക്കുമ്പോ എന്തല്ലോ വെപ്രാളം കണ്ടിട്ട് പിന്നെ ഞാൻ അങ്ങനെ ആ അത് ആ അത് അത് ഞാനിനി എന്നാ പിന്നെ ഗിയർ ഇട്ട് ഞാൻ സഹായിക്കാം ട്ടാ. ആ ഇടുമ്പോ ആ ആ ഞാനും കൂടി സഹായിച്ചാല് ആ അനീഷ് കൈവിൽ കണ്ടെന്നാ മതി. ഇല്ല, ഇനി ഞാൻ കൈവിരിക്കൂല. അത് ഉം. ഇടുന്നേനെ ഫോർത്തിലോ. അതാ ഞാൻ ഒരു വെപ്രാളായി ഇപ്പൊ സെക്കൻഡിലേക്ക് വരുന്നേ ഇല്ല. ഉം, ഉം. അത് എനക്ക് ഏലാകാതുകൊണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ടാണ് ഞാനും കൂടി സഹായിക്കാന്ന് പറഞ്ഞു. ആ ഉം. അനീഷിന്റെ വെപ്രാളം കണ്ടോണ്ടാന്ന് പിന്നെ ഞാൻ ആ. ഉം. ഇത് സ്റ്റിയറിംഗ് ഞാൻ ഏതാണ്ട് ഏലായിട്ടില്ലേ? ബാലൻസ് ആയിനാ? ബാലൻസ് ഏകദേശം ശരിയായി വരുന്നുണ്ട്. ഉം. പഠിക്കുന്നല്ലേ ഉള്ളൂ. 2 ദിവസം അത് ആയിട്ടുണ്ടെന്നേക്കാം കുറച്ച് എന്നാലും. 2 ദിവസമല്ലേ ആയുള്ളൂ. ഉം. ശരിയായി വരണം. ഉം. പിന്നെ ഇടക്കിടക്കില്ലേ ഉം. ഇങ്ങനെ ഹോൺ അടിച്ചു കൊടുക്കണം കേട്ടോ. ഓണ ഇടക്ക് ഞാൻ ഒന്ന് രണ്ടോട്ട് അടിച്ചിന്. പിന്നെ റോട്ടുമ്മേൽ ആളുണ്ടാകുമ്പോ അടിച്ചാ പോരെ വെച്ചിട്ടാണ്. അല്ല, ആളില്ലാതേലും അടിക്കാം. അതെയാ? ഉം. ഇടക്കിടക്ക് നേരം നിങ്ങളെന്തെങ്കിലും വിചാരിക്കുമോന്ന് വിചാരിച്ചിട്ടാ ഞാൻ പിന്നെ. നമുക്ക് എന്ത് ഓണടിക്കാൻ വിചാരിക്കുക? ഇഷ്ടാന്ന്, പക്ഷേങ്കിൽ ആളില്ലാതെ അടിക്കണ്ടെന്ന് വെച്ചിട്ട്. അതെല്ലാം ഒരു കേൾക്കാനൊരു സുഖവും കാണാൻ ഇതല്ലേ, ആ രസമല്ലേ. ഉം. ആ അതല്ലേ അതിന്റെ ഒരു രസം. ഓണടിക്കാനാ? ഹോൺ അടിക്കുന്നതും എല്ലാം ഒരു രസം തന്നെയാ. ഡ്രൈവിങ് ഉം. പഠിപ്പിക്കലെന്ന്. ഉം. അത് ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇനി എന്തെങ്കിലും വഴക്ക് പറയുമെന്ന് വെച്ചിട്ടായിരുന്നു ഞാൻ പിന്നെ. പിന്നെ ആ, ഉം. ഉം. അല്ല, അനീഷിന്റെ അടുത്ത് ഞാൻ എപ്പം വഴക്കടിച്ചിട്ടുണ്ടാ? അല്ല, എന്ത്? എന്റെ ഉള്ളിലെ പേടിയാന്ന്, പേടി ഉണ്ടാന്ന്. പേടിയൊന്നും വേണ്ട. ഉം. ഞാൻ അനീഷോട് വഴക്കടിക്കുകയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ അനീഷിനെ എനിക്ക് ഇഷ്ടമാണെന്ന്. ഉം. ഉം. ഇനി ഓണടിച്ചിട്ടാ ഇഷ്ടമില്ലാണ്ടായി പോയല്ലോ വെച്ചിട്ടാണ്. ഇല്ല, അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഉം. ഉം. എന്നാ നാളെ തൊട്ട് ഞാൻ ഓണടിക്കുവേ. ആ ഉം. ഉം. പിന്നെ എന്തുണ്ട്? അനീഷിന്റെ അമ്മ ഉറങ്ങിയായിരിക്കും അല്ലേ? ഉറങ്ങി. നമ്മള് നേരത്തെ ഉറങ്ങും. ആ കുറച്ച് ഉള്ളോട്ടാണ് വീട്, ഒറ്റപ്പെട്ടിട്ട്. അപ്പൊ വീട്ടിൽ ആരെല്ലാം ഉള്ളത് അനീഷിന്റെ? വീട്ടില് അമ്മയേ ഉള്ളൂ. ഒരു ഏച്ചി ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോയി.
അനീഷിന് ഇപ്പൊ 27 വയസ്സല്ലേ ആയത്? ആ അതെ ചേച്ചി, 27 വയസ്സ്. 27 വയസ്സ് ഉം, കംപ്ലീറ്റ് ഉം, ആയില്ല. ഉം, ഉം. ആ അല്ല എന്നിട്ട് കല്യാണം ഒന്നും കഴിക്കാതെ? കല്യാണം അത് ഗൾഫിലെല്ലാം പോയിട്ട് വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ടാ. 27 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അത്രയായില്ലേ? എൻ്റെ ഒരു കണക്കിലൊരു ഒരു ഉം. 32 വയസ്സാകുമ്പോൾ മംഗലം കഴിക്കാന്നാ ഞാൻ വിചാരിക്കുന്നത്. അതെയോ? ഉം. എനക്ക് 32 വയസ്സായി. ഓ, ചേച്ചിക്ക് 32 വയസ്സായി? ആ. കണ്ടാ തോന്നൂല. ഞാൻ വിചാരിച്ചൊരു 10-28 വയസ്സായി. ഏതാണ്ട് എൻ്റെ വയസ്സാന്നാ ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ ചേച്ചിന്ന് വിളിക്കുന്നത് ആ. എനിക്ക് മേഡന്ന് വിളിച്ചെടുക്കുന്നത് പെട്ടെന്ന് പേര് വിളിക്കാൻ ഒരു ചമ്മലായിട്ടാണ്. അപ്പൊ ചേച്ചിന്ന് വിളിച്ചത് തെറ്റൊന്നുമില്ല അല്ലേ? ആ അത്രേ തോന്നുന്നുള്ളൂ എനിക്ക്. അത്രയും തോന്നൂല ശരിക്കും പറഞ്ഞാല്. അതെയോ? അതാ ഞാൻ പറഞ്ഞത്, നല്ല സ്റ്റൈലുണ്ട് കാണാൻ. ആ. എത്ര വരെ പഠിച്ചിന്? ഞാനോ? ആ ഞാന് ഡിഗ്രി. പിന്നെന്താ ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നത്? വേറെ ഗവൺമെന്റ് ജോലിയൊന്നും കിട്ടൂല? പിന്നെ അതിനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. ആ, എനിക്ക് ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ഇഷ്ടം. അതെന്താ, നല്ല പണിയാ? ഏ? അല്ല അതിലാണ് വലിയ താല്പര്യം. അതുകൊണ്ട് പിന്നെ ആ, ഉം. ഉം. ഞാൻ പിന്നെ ഇങ്ങനെ അനീഷിനെ പോലത്തെ ആരെങ്കിലും പരിചയപ്പെടുകയും ചെയ്യാം. ആ ആ ഉം. ഞാൻ പക്ഷേങ്കില് ആദ്യമായിട്ടാവട്ടെ ഇങ്ങനെ ഒരു പഠിക്കുമ്പോഴെല്ലാം പെൺകുട്ടികളുള്ള ഉണ്ട്, കമ്പനി ഉണ്ട്. പക്ഷേങ്കിൽ ഉം. ഞാൻ അധികം ഒന്നും ആരോടും അങ്ങനെ സംസാരിക്കില്ല പെണ്ണുങ്ങളോട്. അല്ല ആൺകുട്ടികളോടും. ആ ഞാൻ ചോദിക്കണം ചേച്ചിന്, ആ. അനീഷിന് ആരോടും പ്രേമൊന്നും തോന്നിയിട്ടില്ല? പ്രേമൊന്നും ഇതുവരെ എന്നെ ആരും ഇങ്ങോട്ട് പ്രേമിച്ചിട്ടുമില്ല. ഞാൻ പിന്നെ ആരോടും അങ്ങോട്ട് പ്രേമിക്കാൻ എനിക്ക് അതൊക്കെ ചോദിക്കാൻ എനിക്കിപ്പോ ഒരു പേടിയും കുറച്ച് നാണുമാണ്. ഉം. എന്തിന്? അനീഷിനെ കാണാൻ നല്ല സ്റ്റൈലില്ലേ? ഏത് അതിപ്പോ പെൺകുട്ടികളും നോക്കുമല്ലോ. ഇപ്പം ചേച്ചിയാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് എന്തേ? എനിക്ക് ചേച്ചീനോട് കുറച്ച് ഇഷ്ടവും വന്നത്. അതെയാ? ഉം. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല? ആരും പറഞ്ഞിട്ടില്ലല്ലോ. അയ്യോ. സത്യം അനീഷ് പറഞ്ഞ ഫോണൊന്നും കാണില്ലേ? ഫോണ് എപ്പെങ്കിലും ഒന്ന് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ നോക്കും. പിന്നെ താല്പര്യമില്ല അതിനൊന്നും. ഫോണിങ്ങനെ വിളിക്കുമോ, ഒന്ന് രണ്ട് ചങ്ങായിമാരൊക്കെ വിളിക്കും, പണിക്ക് പോകുന്ന ഓട്ടം വിളിക്കും. അത്രേ ഉള്ളൂ? പിന്നെ എന്നാലേ ഒന്ന് ഏച്ചി ഇതെല്ലാം വിളിക്കും. നോക്കണം കേട്ടാ. ഏ ഒന്ന് ഫോണെല്ലാം ഒന്ന് നോക്കണം. അതിലെല്ലാം ഫോണില് എന്തെല്ലാം കാര്യങ്ങളുണ്ട് കാണാനും. ഉണ്ട്. ആളെല്ലാം പറയുന്ന കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പിന്നെ അധികം ഈ നെറ്റൊന്നും അധികം ചാർജ് ചെയ്യലില്ല. എന്തിട്ട്? പൈസ ഇല്ല? അതൊരു പ്രശ്നമാണ്. ഇത് ജോലിക്ക് പോയിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് പോകണോ വീട്ടിലെ കാര്യങ്ങൾ നടത്താനും. അതിൻ്റെ അകത്ത് നിന്ന് മിച്ചം പിടിച്ചിട്ടാണ് ഞാനിപ്പം ഡ്രൈവിങ്ങിൽ ടെസ്റ്റിന് വേണ്ടി വരുന്നത്. ഉം. അമ്മ അങ്ങനെ ഇല്ല, അമ്മക്ക് ജോലിക്കൊന്നും ജോലിക്ക് അമ്മ വീട്ടിൽ തന്നെയാണ്. ഇല്ലേ? നമുക്ക് വയസ്സായിന്, അധികമല്ല എന്നാലും ഒരു 10-60 വയസ്സുണ്ട്. ഒന്നും അസുഖമൊന്നുമില്ലല്ലോ? അസുഖമൊന്നുമില്ല, നല്ല ആരോഗ്യമുണ്ട്. ആ. വേറെ പുറത്തങ്ങനെ ജോലിക്കൊന്നും പോക്കില്ല. അച്ഛൻ പണ്ട് ഇത് മരിച്ചു പോയതാ. അന്നേരം അതിന് ശേഷം പിന്നെ ഓ, പണ്ടെല്ലാം അച്ഛനെ നോക്കി. അച്ഛനില്ല ഇപ്പം അല്ലേ? ഇല്ല ഇല്ല. ഇപ്പം പിന്നെ ഞാൻ പണിക്ക് പോയിട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ പണിക്ക് പോയിട്ട് ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഗൾഫിൽ പോയാൽ കുറച്ചും കൂടി നല്ല ശമ്പളം എല്ലാം കിട്ടുമല്ലോ. അതുകൊണ്ടാണ് എന്നെ ഗൾഫ് നോക്കാന്ന് വിചാരിച്ചത്. അപ്പൊ അമ്മ ഒറ്റക്കാവൂലേ? അന്നേരം ചേച്ചി വന്നിട്ട് നിൽക്കും. അല്ല ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതല്ലേ? അതെ, എന്നാലും നിൽക്കും എന്ന് പറഞ്ഞു ഞാൻ പോയാൽ. അല്ലെ അമ്മേനെ അങ്ങ് അനീഷ് കൂട്ടും. എന്തിനാ ഇപ്പം ഗൾഫിലേക്കെല്ലാം പോകുന്നത്? ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചാ പോരെ? ഇവിടെ ഇനി അങ്ങനെ വലിയ ജോലിയൊന്നും കിട്ടാൻ സാധ്യതയില്ലല്ലോ. അതുകൊണ്ടല്ലേ. എന്നാലും ഗൾഫിലെന്നെല്ലാം പറഞ്ഞാല് ഇവിടെ തന്നെ എന്തെങ്കിലും ശ്രമിച്ചു നോക്ക്. ഇവിടുന്ന് ഇപ്പൊ എല്ലാരും ഡ്രൈവിംഗ് എല്ലാം പഠിച്ചാൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമല്ലോ. ഇവിടുത്തെ കൂലിപ്പണി പോലത്തെ പണിയല്ലേ കിട്ടൂ. വലിയ വലിയ ശമ്പളമൊന്നും കിട്ടൂലല്ലോ. ഗൾഫിലാകുമ്പോൾ ഡ്രൈവിംഗ് പഠിച്ചിട്ട് പോയാൽ ഏതെങ്കിലും നല്ല സൂപ്പർ മാർക്കറ്റിന്റെ വണ്ടിയെല്ലാം കിട്ടുമെന്ന് പറഞ്ഞു ഓടിക്കാൻ. ശമ്പളം ഉണ്ടാവും അതെന്താ പറഞ്ഞു. ഇവിടെ കിട്ടൂലേ? അറിയില്ല. ഡ്രൈവിംഗ് പഠിച്ചാൽ ഇവിടെ എന്താ കിട്ടാണ്ട്? ഡോക്ടർമാർ അങ്ങനെ മറ്റേ ഇങ്ങനെ
ഉദ്യോഗസ്ഥന്മാർ ഇത് ആരെങ്കിലും എല്ലാം ഡ്രൈവറായിട്ട് ജോലി കിട്ടൂലേ? നേരെ ശമ്പളം ചെറിയ പൈസയല്ലേ തരൂ. അത്ര ചെറുതൊന്നും ആയിരിക്കൂല. നോക്കട്ടെ, ആദ്യം ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് ആക്കിയിട്ട് നോക്കണം. നോക്ക്. എനിക്ക് ചങ്ങായി വിസ പൈസയിലുണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് മാത്രം എടുത്താൽ മതി, ബാക്കി ശമ്പളത്തൊന്ന് കുറേശ്ശെ പൈസ അവിടെ കൊടുത്താൽ മതി, ചെറിയ പൈസ. എന്നാലും അനീഷ് ഗൾഫിൽ പോവാന്നെല്ലാം പറഞ്ഞാല് നോക്കട്ടെ. നോക്ക്. പരമാവധി ചേച്ചീന്റെ ഒരു എയറോഫ്ലൈറ്റിംഗ് എന്തെങ്കിലും പണിയുണ്ട് നാട്ടിൽ തന്നെ? ഡ്രൈവിംഗ് പഠിച്ചാല് ഞാൻ എനിക്ക് ഡ്രൈവിംഗ് ആദ്യം ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡ്രൈവിംഗ് പഠിച്ച് ഞാൻ ശ്രമിച്ചു നോക്കാം ജോലിക്ക്. എന്നാലെങ്കിലും അനീഷ് നാട്ടിൽ നിൽക്കുമല്ലോ അല്ലേ? ഞാൻ ആടുന്ന് പഠിച്ചു കഴിഞ്ഞാല് ഞാൻ ഇത് ഇങ്ങും പോവൂലേ, പിന്നെ ചേച്ചി എന്നെ കാണുമൊന്നുമില്ലല്ലോ. നമുക്ക് കാണുന്ന നടക്ക് കാണൂലേ? അത് കാണുന്നതിന് കുഴപ്പമില്ല, വിളിക്കാലോ. ഇങ്ങനെ രാത്രി വിളിക്കാലോ. ഒന്നുമില്ല, ഒരു കോള്. അനീഷിനെ എന്നെയും വിളിക്കാം, സമയം കിട്ടുന്ന ഞാനും വിളിക്കും. അത് കുഴപ്പമില്ല. അനക്കൊരു ആള് വേണ്ട ഇങ്ങനെ സംസാരിക്കാനും ഇതിനൊന്നും. അപ്പൊ ഇത് ചേച്ചിക്ക് വേറെ ആദ്യത്തെ കല്യാണം ഒന്നും കഴിക്കാതെ? പിന്നെ ഞാൻ കല്യാണത്തിനൊന്നും അങ്ങനെ നോക്കിയിട്ടില്ല, പിന്നെ ഒന്നുമില്ല, ശ്രമിച്ചിട്ടില്ല. അതിനുമില്ല, ഇന്നും സമയമില്ലേ കഴിക്കാൻ? 32 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇനി എന്ത് കല്യാണം? എന്നാ കഴിച്ചാല്? എനിക്ക് കല്യാണം ഒന്നും കഴിച്ചാൽ ശരിയല്ല. പിന്നെ എന്നാ അനീഷിന് ഉറങ്ങുന്ന സമയമായാ? ചെറിയൊരു ഉറക്കം വരുമ്പോ. നാളെ രാവിലെ 8:30 തന്നെ വരുവേ? എന്നാ പിന്നെ നാളെ രാവിലെ കാണാം.